4000 ടൺ ഓയിലുമായി പോയ റഷ്യൻ ടാങ്കർ കപ്പൽ കരിങ്കടലിൽ തകർന്നു. വലിയ പാരിസ്ഥിതിക ആഘാതമുണ്ടാകുന്നതാണ് കൊടുങ്കാറ്റിലുണ്ടായ അപകടമെന്നാണ് റിപ്പോർട്ട്. ഞായറാഴ്ച റഷ്യയുടെ ടാങ്കർ കപ്പൽ കൊടുങ്കാറ്റിൽപ്പെട്ട് മുങ്ങുകയായിരുന്നു. വോൾഗോനെഫ്റ്റ് 212 എന്ന റഷ്യൻ ടാങ്കർ കപ്പൽ രണ്ടായി ഒടിഞ്ഞാണ് മുങ്ങിയത്. കപ്പലിന്റെ അഗ്രഭാഗം അപകടത്തിന് പിന്നാലെ കുത്തനെ നിൽക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു. കെർച്ച് ഉൾക്കടലിൽ നിന്ന് ക്രീമിയയിലേക്ക് പോകുകയായിരുന്ന കപ്പൽ ക്രീമിയയിൽ നിന്ന് 8 കിലോമീറ്റർ അകലെയാണ് കരിങ്കടലിൽ തകർന്നത്. സംഭവത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന് 2 ക്രിമിനൽ കേസുകളാണ് റഷ്യ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 136 അടി നീളമുള്ള കപ്പലിൽ 15 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരിൽ ഒരാൾ മരിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അപകടത്തിന് പിന്നാലെ ടഗ് ബോട്ടുകളും MiG-8 ഹെലികോപ്റ്റർ ഉപയോഗിച്ച് റഷ്യ ഇതിനോടകം രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 12 പേരെ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൽ 11 പേർ ചികിത്സയിൽ കഴിയുകയാണ്. 2 പേരുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 55 വർഷം പഴക്കമുള്ള കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ രജിസ്റ്റർ ചെയ്ത ഈ കപ്പലിൽ ഈ അടുത്തിടെയാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയത്. കപ്പലിന്റെ മധ്യഭാഗത്തു നിന്ന് വലിയൊരു ഭാഗം മുറിച്ചു മാറ്റിയ ശേഷം വീണ്ടും വെൽഡ് ചെയ്ത് ചേർത്തിരുന്നു. ഈ വെൽഡ് ചെയ്ത ഭാഗത്ത് വെച്ചാണ് കപ്പൽ രണ്ടായി ഒടിഞ്ഞതും. ഇതിനു പിന്നാലെ സമാന സ്ഥലത്ത് മറ്റൊരു ചരക്ക് കപ്പലും അപകടത്തിൽപ്പെട്ടിരുന്നു. 4 ടൺ എണ്ണയാണ് വോൾഗോനെഫ്റ്റ് 239 എന്ന കപ്പലിലുണ്ടായിരുന്നത്. കടലിലെ ഇന്ധന ചോർച്ചയെക്കുറിച്ച് ഇതുവരെയും ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല.